ഓക്കെ പറമോളെ. പണ്ട് പണ്ട് കിങ്ങിണിക്കാട്ടിലെ വാഗമാറ്റി പൊന്മാൻ 3 കുഞ്ഞുങ്ങളുമായി അമ്മ പൊന്മാൻ എന്നും രാവിലെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ തേടിയിറങ്ങും. വൈകിട്ടെന്താ നിറയെ തീറ്റയുമായി തിരിച്ചെത്തും. പിന്നെ അവൾ പറയും, മക്കളെ ഞാൻ തിരിച്ചു വരുന്നവരെ കൂട്ടിൽ തന്നെ ഇരിക്കണം. കാട്ടിൽ പാമ്പുണ്ട്, കാട്ടുപൂച്ചയുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ അമ്മ പറഞ്ഞതനുസരിച്ച് കൂടിൻ്റെ വാതിലും അടച്ച് അനങ്ങാതെ ഇരിക്കും. എന്നാൽ അതിലൊരു കുഞ്ഞ് ഭയങ്കര വികൃതിയായിരുന്നു. ആനക്കുട്ടൻ എന്നിട്ട് അമ്മ തീറ്റ തേടി പോയപ്പോൾ വികൃതി പൊന്മാൻ കുഞ്ഞ് കൂടിൻ്റെ പുറത്തിറങ്ങി വന്നു. ഞാൻ കാട്ടിലോട് ചുറ്റിക്കറാൻ പോകുകയാ, നിങ്ങൾ വരണുണ്ടോ എന്ന് ചോദിക്കും കുട്ടികളെല്ലാം. അപ്പൊ അവരെല്ലാവരും ഇല്ല, നമ്മൾ വരുന്നില്ല, നമ്മളെ ശിഖരിക്കല് തൂവൽ കുറവാണ്, അധികം നമ്മൾക്ക് വറക്കാൻ കഴിയില്ല, നിങ്ങൾക്കെല്ലാം പേടിയാ, ഞാനിതാ പോന്നു പറഞ്ഞിട്ട് പോയി കളഞ്ഞു. എന്നിട്ട് ആ വികൃതിക്ക് അധികം പറക്കാനാവില്ല, ആ അഹങ്കാരിക്ക് അധികം പറക്കാനാവില്ല. അവളുടെ കുഞ്ഞി ചെറുകുകൾ തളർന്നു തുടങ്ങി. അയ്യോ ഞാനിത് വീഴുന്ന അങ്ങനെ പറഞ്ഞ് കരയാൻ നോക്കുന്നതാണ്. പിന്നെ കരച്ചിലും കൂട്ടിയിട്ട് കരയാൻ നോക്കുന്നുണ്ടായിരുന്നു. താഴെ ഒരു പാമ്പ് വിഷാനായി. ഒരു തവള കുഞ്ഞു പോലെ ഇവിടെ ഒന്നുമില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പാണ് ഇങ്ങനെ പാമ്പിനു പോക്ക്. അപ്പോൾ പെട്ടെന്ന് പാമ്പിന് തല എന്തോ വീണുപോയി. പൊന്മാൻ കുഞ്ഞാണ്. അപ്പൊ പൊന്മാൻ കുഞ്ഞിനെ തിന്നാൻ വരുമ്പോൾ ഒരു പൂച്ച വന്ന്, നിൽക്കവിടെ, ഇവൻ ആരും വീണത് കണ്ടത് ഞാനാണ്, അതുകൊണ്ട് ഇവനെ ഞാൻ തിന്നെന്ന് പറഞ്ഞു. അപ്പൊ പാമ്പ് പോലെ പോടാ മാക്രി, വേദി വന്നാൽ ഞാൻ നിന്നെ തിന്നും, അങ്ങനെയാക്കി. അപ്പോൾ പൂച്ച ദേഷ്യം പിടിച്ചു. എന്നിട്ട് ആ പാമ്പും പൂച്ചയും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൊന്മാൻ കുഞ്ഞ് അടുത്തുള്ള മരത്തിന് പൊട്ടിൽ കയറി. അപ്പൊ അവൾ പറയും, രക്ഷപ്പെട്ടു പറയും. അവിടെ ഒരു പൊത്തിൽ കയറി. എന്നിട്ട് ഇരിക്കുമ്പോൾ ഒരു കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടാണ്. അപ്പോൾ അത് ആ കുഞ്ഞ് കണ്ടിട്ട് പറയും, അയ്യോ ഇതാരാന്ന് ചോദിക്കും. അപ്പൊ പറയും, എന്നിട്ട് കുറെ കരഞ്ഞ് അപ്പോൾ പൊന്മാൻ കുഞ്ഞിൻ്റെ അമ്മ എന്ത് ചെയ്തു, ഓട് വന്നിട്ട് അത് കുറുക്കനാ, ആ കുറുക്കന ഒരു കൊത്ത് കൊടുത്തിക്ക ആ കുറുക്കൻ്റെ കണ്ണിന്. അപ്പൊ തന്നെ കുറുക്കൻ്റെ കണ്ണ് പൊട്ടി കരഞ്ഞ്. ഒരിക്കൽ ആ ജീവിതത്തിൽ ഭക്ഷണം ചെയ്യാൻ കഥ തീർന്നു. ഇനി ഒരു കഥയുണ്ടല്ലോ.